നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം. വോട്ടെണ്ണൽ രാവിലെ 8-ന് തുടങ്ങും. പാലക്കാട് വോട്ടെണ്ണൽ വിക്ടോറിയ കോളേജിലും ചേലക്കര മണ്ഡലം വോട്ടെണ്ണൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും. SYS മാനവ സഞ്ചാരം പാലക്കാട് ജില്ലയിൽ. സമൂഹത്തിലെ അപകടകരമായ ചലനങ്ങളെ പ്രതിരോധിക്കുന്ന ബോധവൽക്കരണമാണ് മാനവ സഞ്ചാരം ലക്ഷ്യമിടുന്നതെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേരി പാലക്കാട് ടേബിൾ ടോപ്പ് സംവാദം നടത്തി. കാട കനാൽ ശുചീകരിച്ചില്ല. മലമ്പുഴ കനാൽ തുറന്നുവിട്ടിട്ടും മണ്ണൂർ മേഖലയിലെ കൃഷിയിടങ്ങളിൽ വെള്ളമെത്താത്തത് കർഷകരെ വലയ്ക്കുന്നു. കനാൽ ശുചീകരണത്തിന് പഞ്ചായത്ത് മുൻകൈയെടുക്കണമെന്ന ആവശ്യം ശക്തം. 18ാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് നാളെ തിരിതെളിയും. നാടകോത്സവം ഷൊർണൂർ KVR സ്കൂളിലെ ബാൽസൺ നഗറിൽ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങളായി. ഇത്തവണ കലോത്സവം ശ്രീകൃഷ്ണപുരം. വാർത്തകൾ വിശദമായി. ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം. ഉപതെരഞ്ഞെടുപ്പ് ഫലം ശനിയാഴ്ച അറിയാം. രാവിലെ 9 മണിയോടെ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും. പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പ് തീരാൻ ഇനി മണിക്കൂറുകൾ. ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ശനിയാഴ്ച അറിയാം. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ രാവിലെ 8-നാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. വീട്ടിലെ വോട്ടും തപാൽ വോട്ടും ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളുമാണ് ആദ്യം എണ്ണുക. ഇവ അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കും. തുടർന്ന് യന്ത്രങ്ങളിലെ വോട്ട് എണ്ണി തുടങ്ങും. 184 ബൂത്തുകളിലെ വോട്ടെണ്ണാൻ 14 മേശകളാണ് ഒരുക്കിയിട്ടുള്ളത്. ബൂത്തുകളുടെ ക്രമനമ്പർ പ്രകാരമാണ് എണ്ണുക. 13 റൗണ്ട് വോട്ടെണ്ണും. 9 മണിയോടെ തന്നെ ആദ്യ ഫലങ്ങൾ പുറത്തുവരുമെന്നും 11:30-യോടെ പൂർണ്ണഫലം പ്രഖ്യാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ജില്ലാ വരണാധികാരിയായ കളക്ടർ ഡോക്ടർ S. ചിത്ര, വരണാധികാരി RDO S. ശ്രീജിത്ത് എന്നിവർ അറിയിച്ചു. റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ, സൂക്ഷ്മ നിരീക്ഷകർ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ, ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, സ്ഥാനാർത്ഥികൾ, തിരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവർക്ക് മാത്രമാണ് കൌണ്ടിംഗ് ഹാളിലേക്ക് പ്രവേശനം അനുവദിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകർക്ക് മാത്രമായിരിക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദമുണ്ടാകുക. 14 വോട്ടെണ്ണൽ മേശകളാണ് ഉണ്ടായിരിക്കുക. ഓരോ മേശയ്ക്കും ഗസറ്റഡ് റാങ്കുള്ള ഒരു കൌണ്ടിംഗ് സൂപ്പർവൈസറും കൌണ്ടിംഗ് അസിസ്റ്റന്റുമാരും സൂക്ഷ്മ നിരീക്ഷകരുമുണ്ടാകും. റിട്ടേണിംഗ് ഓഫീസറുടെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെയും സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലായിരിക്കും സ്ട്രോങ് റൂം തുറക്കുക. വോട്ടെണ്ണൽ ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ പോളിംഗ് ശതമാനത്തിൽ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ അന്തിമ കണക്ക് പ്രകാരം 70.52% പോളിംഗ് ശതമാനം. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ ജയം ആരുടേതുമാകാം. വിഭിന്നമായ വിലയിരുത്തലുകൾ പുറത്തുവരുമ്പോഴും 3 മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. അതേസമയം പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ ആശങ്കയും പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത പോലീസ് സുരക്ഷയിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ. വോട്ടെണ്ണലിന്റെ ഭാഗമായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചെന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ TP കിഷോർ STVയോട് പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂം തുറക്കുക. അതിനുശേഷം ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ്, തപാൽ വോട്ട്, വീട്ടിലെ വോട്ട് എന്നിവയാണ് ആദ്യം എണ്ണുന്നത്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ 180 ബൂത്തുകളിലെ വോട്ടെണ്ണാൻ 14 മേശകളാണ് ഒരുക്കിയിട്ടുള്ളത്. ബൂത്തുകളുടെ ക്രമനമ്പർ പ്രകാരമാണ് എണ്ണുക. 13 റൗണ്ട് ആദ്യം എണ്ണും. 9 മണിയോടെ തന്നെ ആദ്യ ഫലങ്ങൾ പുറത്തുവരും. 11:30-യോടെ തന്നെ പൂർണ്ണഫലം പ്രഖ്യാപിക്കും. റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, സ്ഥാനാർത്ഥികൾ, അവരുടെ തിരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവർക്ക് മാത്രമാണ് കൌണ്ടിംഗ് ഹാളിലേക്ക് പ്രവേശനം. 14 വോട്ടെണ്ണൽ മേശകളിൽ ഓരോ മേശയ്ക്കും ഗസ്റ്റഡ് റാങ്കുള്ള ഒരു കൌണ്ടിംഗ് സൂപ്പർവൈസറും കൌണ്ടിംഗ് അസിസ്റ്റന്റുമാരും സൂക്ഷ്മ നിരീക്ഷകരും ഉണ്ടാകും. സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്യുകയും 8 മണിയോടുകൂടി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുകയും ചെയ്യും. അതിനുശേഷം 8:30-യോടുകൂടി വോട്ടിംഗ് മെഷീനിലുള്ള വോട്ടുകൾ എണ്ണി തുടങ്ങും. 14 ടേബിളുകളായിട്ടാണ് വോട്ടിംഗ് മെഷീനിലെ വോട്ട് എണ്ണുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത്. 13 റൗണ്ടോടുകൂടി 150 പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടുകൾ എണ്ണിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 4 ടേബിളുകളിലായി പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിനുള്ള നടപടിക്രമവും പൂർത്തിയായിട്ടുണ്ട്. ഒരു ടേബിളിൽ VTBBMS എണ്ണുന്നതിനുള്ള
നടപടിയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ 3 പഞ്ചായത്തുകൾ മാത്രം ഉൾപ്പെടുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ നിർണായകമാകുന്നത് മാത്തൂർ, കണ്ണാടി, പ്രായരി പഞ്ചായത്തുകളുടെ ഫലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. കുഴൽമന്നം നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന മാത്തൂർ പഞ്ചായത്ത് 2011 മണ്ഡലം പുനർനിർണയത്തിനു ശേഷം കുഴൽമന്നം മണ്ഡലം ഇല്ലാതാവുകയും പകരം തരൂർ മണ്ഡലം പുതുതായി രൂപീകരിക്കുകയും ചെയ്തപ്പോൾ മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് മാത്തൂർ പാലക്കാട് മണ്ഡലത്തിന്റെ ഭാഗമാകുന്നത്. മാറിയും മറിഞ്ഞും LDF-നെയും UDF-നെയും ഭരണത്തിലേറ്റുന്ന മാത്തൂരിൽ 1995 UDF ഭരണത്തിലായിരുന്നു. അതിനുശേഷം തുടർച്ചയായി LDF-ന്റെ കൈപ്പിടിയിലായിരുന്നു പഞ്ചായത്ത്. 2019 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ കരങ്ങളിലേക്ക് ഭരണമെത്തി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ മാത്തൂർ LDF-നെയാണ് തുണച്ചത്. ഇവിടെ 330 വോട്ടുകൾക്ക് LDF-ന് മുൻതൂക്കമുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ പിന്തുണച്ച ചരിത്രമാണ് മാത്തൂർ പഞ്ചായത്തിനുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 73.82% പോളിംഗ് രേഖപ്പെടുത്തിയ മാത്തൂർ പഞ്ചായത്തിൽ ഇത്തവണ അത് 70.16% കുറഞ്ഞു. 2021 UDF വലിയ മുന്നേറ്റമുണ്ടാക്കിയ പിരായരി പഞ്ചായത്തിൽ UDF സ്വാധീനം ശക്തമായ വടക്ക് കിഴക്ക് ഭാഗത്ത് മുന്നണിയുടെ മുഴുവൻ വോട്ടുകളും നേരത്തെ ചെയ്തുവെന്ന് നേതൃത്വം ഉറപ്പാക്കി. മറ്റു മുന്നണികളിൽ നിന്നുമുള്ള പല വോട്ടുകളും ഇത്തവണ രാഹുലിന് ലഭിച്ചതായി അവർ അവകാശപ്പെട്ടു. കൊടുങ്ങല്ലപ്പള്ളി മേഖലയിൽ ഉൾപ്പെടെ ഇവിടെ BJPക്കും ശക്തമായ സ്വാധീനമുണ്ട്. ഇത്തവണ പഞ്ചായത്തിലാകെ സംഘടനാ തലത്തിൽ ദുർബലമായ CPM അത് മറികടക്കാൻ നടത്തിയ വൻ പ്രചാരണത്തിന്റെ തുടർച്ചയായി ഭൂരിഭാഗം സ്ഥലങ്ങളിലും മുന്നണി കൗണ്ടറുകൾ പ്രവർത്തിച്ചു. ചിഹ്നം പരിചയപ്പെടുത്താൻ പ്രത്യേക ശ്രമവും നടന്നു. UDF-ന്റെ കുറേ വോട്ടുകൾ LDF-ന് കിട്ടിയെന്നാണ് അവരുടെ വാദം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.10% പോളിംഗ് രേഖപ്പെടുത്തിയ പിരായരി പഞ്ചായത്തിൽ ഇത്തവണ അത് 70.10% കുറഞ്ഞു. പ്രവാസി വോട്ടുകൾ പൊതുവെ കുറഞ്ഞതായും ചില നേതാക്കൾ സൂചിപ്പിച്ചു. CPM ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കണ്ണാടി പഞ്ചായത്തിൽ കൂടുതൽ വോട്ടുകൾ ഉറപ്പാക്കാൻ കോൺഗ്രസും BJPയും നടത്തിയ ശ്രമം പ്രകടമായിരുന്നു. പ്രാദേശിക വിഭാഗീയത പറഞ്ഞു തീർത്തെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു CPM നേതാക്കൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിന് അനുകൂലമായ CPM വോട്ടുകളുടെ എണ്ണം ഇത്തവണ കൂടിയെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ കണ്ണാടി പഞ്ചായത്തിൽ ഇത്തവണ 8% കുറവുണ്ട്. UDF സ്വാധീനം ശക്തമായ യാക്കര, കിണാശ്ശേരി, ഉപ്പുവാടം മേഖലയിൽ വൻ പോളിംഗ് ആണ് നടന്നത്. പഞ്ചായത്തിലെ കടുന്തുരുത്തി, തിരുനെല്ലായി പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു BJPയുടെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 63ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 25-ന് ശ്രീകൃഷ്ണപുരത്ത് ആരംഭിക്കും. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലും സമീപ വിദ്യാലയങ്ങളിലും ഓഡിറ്റോറിയങ്ങളിലുമായി നടക്കുന്ന കലോത്സവത്തിൽ 5 ദിവസങ്ങളിലായി 10,000-ഓളം പ്രതിഭകൾ മത്സരിക്കുമെന്ന് ജനറൽ കൺവീനർ DDEP സുനിജ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ ആദ്യമായി ഇത്തവണ ഗോത്ര കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെടും. ഗോത്രകലയിൽ 5 ഇനങ്ങളാണ് മത്സരത്തിനായുള്ളത്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി, സമീപ വിദ്യാലയങ്ങൾ, ബാപ്പുജി പാർക്ക്, കമ്മ്യൂണിറ്റി ഹാൾ, സംഗീത ശില്പം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലെ 17 വേദികളാണ് കലാമത്സരങ്ങൾക്ക് സാക്ഷിയാകുക. മാനുവൽ പ്രകാരം കലോത്സവം നടത്തുന്നതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് DDEP സുനിജ അറിയിച്ചു. വിധി നിർണയം കുറ്റമറ്റതാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് തുടങ്ങിയവയുടെ സഹായവും കലോത്സവ നടത്തിപ്പിനുണ്ടാവുമെന്നും DDE പറഞ്ഞു. ഈ മത്സരത്തിൽ തന്നെ നമ്മുടെ മറ്റ് വകുപ്പുകളുടെ സേവനം, പോലീസ്, അതേപോലെ ഹെൽത്ത്, അങ്ങനെയുള്ള വിവിധ വകുപ്പുകളുടെ സേവനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവര് നമ്മൾ കൃത്യമായിട്ട് അത് ലഭിക്കുമെന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും സാധാരണ ഉണ്ടാകാറുള്ളത് പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ചിട്ടയോടുകൂടി നടത്തുന്ന പരിപാടിയെ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന മുറയ്ക്ക് നമുക്കറിയാം, നമ്മുടെ മാനുവലിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കൃത്യമായ അച്ചടക്ക നടപടി എടുക്കുന്നതായിരിക്കും. സബ് കമ്മിറ്റി കൺവീനർമാരായ MN വിനോദ്, ഷാജി S തക്കേതിൽ, സാദത്ത് ഷമിൽ, സിദ്ദിഖ് പാറേക്കാടൻ, KM ശ്രീധരൻ, N സതീഷ് മോൻ, രണദിവെ, NP പ്രിയേഷ്, നോഡൽ ഓഫീസർ ത്രിദീപ് കുമാർ ദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാടകനാൽ ശുചീകരിച്ചില്ല. മലമ്പുഴ കനാൽ തുറന്നുവിട്ടിട്ടും കൃഷിസ്ഥലങ്ങളിലേക്ക് വെള്ളം ലഭിക്കാതെ വലഞ്ഞ് മണ്ണൂർ മേഖലയിലെ കർഷകർ. കാടകനാലുകൾ ശുചീകരിച്ചില്ലെങ്കിൽ വെള്ളം
വിട്ടു നൽകില്ലെന്ന് ഇറിഗേഷൻ വകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. പ്രധാന കനാലുകളും സബ് കനാലുകളുമെല്ലാം ഇറിഗേഷൻ വകുപ്പ് നന്നാക്കിയെങ്കിലും കാട കനാലുകൾ ഇപ്പോഴും കാട് മൂടിക്കിടപ്പാണ്. പ്രധാന കനാലുകളിൽ വെള്ളമെത്തിയെങ്കിലും നെൽപ്പാടങ്ങളിൽ വെള്ളമെത്തണമെങ്കിൽ കാട കനാൽ ശുചീകരിക്കണം. ഒരാൾ ഉയരത്തിലാണ് കാട കനാൽ കാട് മൂടിക്കിടക്കുന്നത്. കാട കനാലുകൾ ശുചീകരിച്ചില്ലെങ്കിൽ വെള്ളം വിട്ടു നൽകില്ലെന്ന് ഇറിഗേഷൻ അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് വൃത്തിയാക്കിയിരുന്നത്. എന്നാൽ കനാൽ ശുചീകരണം കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതോടെയാണ് പ്രവൃത്തിയിൽ അനിശ്ചിതത്വം വന്നത്. കാട കനാലിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കർഷകർ തന്നെ നേതൃത്വം വഹിക്കണമെന്ന നിലപാടിലാണ് ഇറിഗേഷൻ അധികൃതർ. ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് ഉചിതമായ നടപടി കൈക്കൊള്ളണമെന്ന് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. കാട കനാലുകൾ കാട് മൂടിയ അവസ്ഥയിലാണ്. മെയിൻ കനാലിലും സബ് കനാലും ഇറിഗേഷൻ വിഭാഗം വൃത്തിയാക്കിയപ്പോൾ കാട കനാലുകൾ ആര് വൃത്തിയാക്കും എന്ന തർക്കത്തിൽ ഉള്ളതുകൊണ്ട് കർഷകർ വളരെയധികം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. ഒന്നില്ലെങ്കിൽ ഇറിഗേഷൻ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ പഞ്ചായത്ത് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ കോർപ്പറേഷനിൽ വാർഡ് വിഭജനത്തെ ചൊല്ലി LDFൽ പൊട്ടിത്തെറി. CPIയുടെ സിറ്റിംഗ് ഡിവിഷനായ കൃഷ്ണപുരം വിഭജനത്തോടെ ഇല്ലാതായതാണ് പ്രതിഷേധത്തിന് കാരണമായത്. അതൃപ്തി പരസ്യമാക്കി CPI കൗൺസിലർ ബീന മുരളി രംഗത്തെത്തി. വാർഡ് വിഭജനത്തെ ചൊല്ലി തൃശൂർ കോർപ്പറേഷനിൽ ഇടതുമുന്നണിയിൽ ശക്തമായ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. അതൃപ്തി പരസ്യമാക്കി CPI കൗൺസിലർ ബീന മുരളി രംഗത്തെത്തി. ഡിവിഷൻ ഇല്ലാതാക്കിയതിനെതിരെ പ്രതിഷേധവുമായാണ് ബീന മുരളി രംഗത്തു വന്നത്. ഡിവിഷൻ വെട്ടിമാറ്റിയതിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ബീന മുരളി പറഞ്ഞു. ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ കോർപ്പറേഷൻ LDF ഭരിക്കുമ്പോൾ തന്റെ സീറ്റ് വെട്ടിയതിന് പിന്നിൽ സ്ഥാപിത താല്പര്യമാണെന്നും ബീന മുരളി ആരോപിച്ചു. ഉറച്ചൊരു ഡിവിഷൻ, നമുക്ക് ആ ഉറച്ചൊരു ഡിവിഷനാണ്. എന്താ വെച്ചാൽ ആ കൃഷ്ണാപുരം ഡിവിഷനിൽ CPIയുടെ ഏതൊരു സ്ഥാനാർത്ഥിക്ക് നാളെ വന്ന് നിന്നാലും ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് ഇങ്ങനെ വെട്ടി നശിപ്പിച്ചത്. അതിലാണ് നമുക്ക് ഏറ്റവും വലിയ ദുഃഖമുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അതും തോന്നി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ഒരു കൗൺസിലർക്ക് ആ കൗൺസിലറോട് ഒരു അഭിപ്രായം പോലും ചോദിക്കാതെ ആ ഡിവിഷനെ നേർപകുതി വെട്ടി മറ്റ് 2 ഡിവിഷനിലേക്ക് ഇട്ട് കൊടുക്കലും ആ ഡിവിഷൻ്റെ പേര് തന്നെ ഇല്ലാതാക്കി. അപ്പോൾ അത് കൃഷ്ണാപുരം എന്നുള്ള ഒരു പേര് ഇല്ലാതാക്കുന്ന മുന്നേ അവിടെ ഒരു പറച്ചിൽ ഞാൻ കേട്ടിരുന്നു. പക്ഷേ അപ്പോൾ അത് അത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ആ കൃഷ്ണാപുരം എന്നുള്ള പേര് ആ ഡിവിഷൻ ഉണ്ടെങ്കിലും ആ ഡിവിഷൻ്റെ പാറ്റേൺ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ. അവർ പോലും എന്നോട് പറഞ്ഞത്, ബീനേച്ചി ഞങ്ങൾക്ക് പോലും ഇഷ്ടമുള്ള ഒരു പേരാണ്, എന്തിനാ അത് വെട്ടിക്കളയാൻ കൂട്ടു നിൽക്കരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ പോലും പറയണത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ അരിമ്പൻകുളങ്ങര ഗ്രാമീണ റോഡ് തകർന്നതോടെ ഇതിലൂടെയുള്ള വാഹനയാത്ര ദുഷ്കരമായി. പ്രദേശത്തെ 2.5 കിലോമീറ്ററോളം വരുന്ന റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായത്. റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി എസ്റ്റിമേറ്റ് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത പറഞ്ഞു. ബസ് ഒഴികെ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണിത്. 500-ലേറെ കുടുംബാംഗങ്ങളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത്. കുടികളിൽപ്പെട്ട ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും കേടാകുന്നതും പതിവാണ്. വളരെ പരിതാപകരമാണ് റോഡിൻ്റെ അവസ്ഥ. റോഡ് കട്ട് ചെയ്തിട്ട് എല്ലാവരുടെയും കുണ്ടും കുഴിയാണ്. ഓട്ടോറിക്ഷ മുതൽ എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും സഞ്ചരിക്കാൻ വളരെ കഷ്ടമുണ്ട്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിച്ച ശേഷം നവീകരണ പ്രവൃത്തികൾ നടത്താതെ വന്നതോടെയാണ് റോഡ് സഞ്ചാരയോഗ്യമല്ലാതെയായി മാറിയത്. റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി സഞ്ചാരയോഗ്യമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ വഴിക്ക് വരണമെങ്കിൽ റോഡ് ശരിയില്ല, മോശമാണെന്ന് പറയുന്നു. ഓട്ടോക്കാരൊക്കെ 50 രൂപ വാങ്ങിച്ചാൽ ഇപ്പൊ 60 രൂപ വാങ്ങാണ്. ഇപ്പൊ ഒരു 4-5 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ട്. പൈപ്പ് കയറിയതിനു ശേഷം ഒന്നും കൂടി കൂടുതലായി. അതിന് മുമ്പ് എത്ര ഇല്ല. വാട്ടർ അതോറിറ്റിന്റെ പൈപ്പ് വന്നപ്പോ ഒന്നും കൂടി റോഡ് വൈക്കടായി. എന്നാൽ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്കായി മണ്ണൂർ പഞ്ചായത്ത് 14 ലക്ഷവും ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷവും ചേർത്ത് 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മാർച്ചിനകം റോഡിന്റെ കോൺക്രീറ്റും ടാറിങ്ങും പൂർത്തീകരിക്കുമെന്നും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത STVയോട് പറഞ്ഞു. മണ്ണൂർ പഞ്ചായത്തിലെ അരിമ്പൻകുളങ്ങര റോഡുമായിട്ടുള്ള ജനങ്ങളുടെ ആശങ്ക നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും.
നിലവിൽ ആ റോഡിൻ്റെ തകർച്ച എന്ന് പറയുന്നത് തന്നെ ജലജീവൻ മിഷൻ്റെ പ്രവൃത്തി നടന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആണ് ആ പൊളിഞ്ഞ് നിലയിൽ കിടക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നമ്മളതിലേക്കായിട്ട് റീസ്റ്റോറേഷൻ പ്രവൃത്തി ചെയ്യുകയും ഇത്തവണ അതിൻ്റെ ടാറിങ്ങും മറ്റു കോൺക്രീറ്റ് പ്രവൃത്തികളും ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 14 ലക്ഷം രൂപയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ 15 ലക്ഷം രൂപയും അങ്ങനെ ഏകദേശം 30 ലക്ഷത്തോളം രൂപ ആ റോഡിന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഷൊർണൂർ പ്രഭാതം കലാസാംസ്കാരിക വേദിയുടെ 18ാമത് ഭരത് ബാലൻ കെ നായർ നാടകോത്സവത്തിന് നാളെ തിരിതെളിയും. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ സജ്ജീകരിച്ച വേദിയിൽ 10ഓളം പ്രൊഫഷണൽ നാടകങ്ങളാണ് അരങ്ങേറുക. ഉദ്ഘാടന ചടങ്ങിൽ പ്രഥമ ബാൽസൺ ഷൊർണൂർ പുരസ്കാരം അഭിനേത്രി കുളപ്പുള്ളി ലീലയ്ക്ക് സമർപ്പിക്കും. നാടകോത്സവം ഡിസംബർ 2 സമാപിക്കും. 18ാം വാർഷികത്തിന്റെ നിറവിലാണ് ഷൊർണൂരിന്റെ മണ്ണിൽ ഇത്തവണ ഭരത് ബാലൻ കെ നായർ നാടകോത്സവത്തിന് തിരിതെളിയുന്നത്. നവംബർ 23 മുതൽ ഡിസംബർ 2 വരെ നടക്കുന്ന നാടകോത്സവത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നാടകവേദികളുടെ 10ഓളം പ്രൊഫഷണൽ നാടകങ്ങൾ അരങ്ങിലെത്തും. സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത SS നടന സഭയുടെ റിപ്പോർട്ടർ നമ്പർ 79 ഉദ്ഘാടന നാടകം. പകിട 12, വെളിച്ചം, ഉത്തമന്റെ സങ്കീർത്തനം, കല്യാണം, സൈക്കിൾ, യാനം, സത്യമംഗലം ജംഗ്ഷൻ, അനന്തരം, മിഠായി തെരുവ് തുടങ്ങിയ നാടകങ്ങൾ വരും ദിവസങ്ങളിൽ അരങ്ങിലെത്തും. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഷൊർണൂർ KVR ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ നാടകോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രൻ നിർവഹിക്കും. ഇത്തവണ തിരഞ്ഞെടുത്ത നാടകങ്ങൾക്ക് പുറമെ അനുബന്ധ പരിപാടികളും നാടകോത്സവ വേദിയിൽ അരങ്ങേറുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ ഷൊർണൂർ. സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനായി സമസ്ത കേരള സുന്നി യുവജന സംഘം നടത്തുന്ന മാനവ സഞ്ചാരം പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചു. സമൂഹത്തിലുണ്ടാകുന്ന അപകടകരമായ ചലനങ്ങളെ പ്രതിരോധിക്കുന്ന ബോധവൽക്കരണമാണ് മാനവ സഞ്ചാരത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള പ്രഭാത നടത്തം ഉൾപ്പെടെയുള്ള പരിപാടികൾ മാനവ സഞ്ചാരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകൾ, ചർച്ച, ശുചീകരണ പ്രവൃത്തികൾ, സാന്ത്വന പദ്ധതികൾ എന്നിവയും ഇതിന്റെ ഭാഗമാണ്. കാർഷിക ജില്ലയായ പാലക്കാട് കർഷകർക്ക് ആവശ്യമായ ആശ്വാസ പദ്ധതികൾ നടപ്പിലാവാത്തത് ഖേദകരമാണെന്ന് വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ചൂണ്ടിക്കാട്ടി. കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായി SYS ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അടിത്തട്ടു ജനതയുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ഗ്രാമാന്തരങ്ങൾ സന്ദർശിക്കുകയും ചെയ്തുകൊണ്ടാണ് മാനവ സഞ്ചാരം മുന്നോട്ട് പോകുന്നത്. പാലക്കാട് ജില്ലയിലെ 14 സോണുകളിൽ ഗ്രാമങ്ങളിലായി ഇന്നുകാലത്ത് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമായിക്കൊണ്ട് പ്രഭാത നടത്തവും അതിനുശേഷം വിവിധ കലാലയങ്ങളിൽ സ്റ്റുഡൻസ് അസംബ്ലിയും ആതുരാലയങ്ങൾ, മറ്റ് പ്രത്യേക പരിഗണനയുള്ള കേന്ദ്രങ്ങൾ, വ്യക്തികൾ എന്നിവരെ സന്ദർശിച്ചും എല്ലാമാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. ഭാരവാഹികളായ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അസ്നി, ഉമർ ഓങ്ങലൂർ, നൂർ മുഹമ്മദ് ഹാജി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മാനവ സഞ്ചാരത്തിന്റെ ഭാഗമായി പാലക്കാട് ഹോട്ടൽ ഗസാലയിൽ വെച്ച് ടേബിൾ ടോപ്പ് സംഘടിപ്പിച്ചു. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമെന്ന പ്രമേയത്തിൽ നടക്കുന്ന SYS കേരള യുവജന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് പരിപാടി. ലഹരി ഉൾപ്പെടെ യുവാക്കളെ അധാർമികതയുടെ കെണിയിൽപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, പാലക്കാടിന്റെ വികസന മുന്നേറ്റങ്ങൾ, സമൂഹത്തിൽ ഉയർന്നുവരുന്ന അരാഷ്ട്രീയ പ്രവണതകൾ എന്നിവ ടേബിൾ ടോക്കിൽ ചർച്ചയായി. ജില്ലയിലെ വ്യാപാരി വ്യവസായ പ്രമുഖർ, യുവ സംരംഭകർ, വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, സ്റ്റേറ്റ് സെക്രട്ടറി ഉമർ ഓങ്ങലൂർ, ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അഹ്സരി ആനക്കര, ഓർഗനൈസിംഗ് പ്രസിഡന്റ് ബഷീർ സഖാഫി വണ്ടിത്താവളം തുടങ്ങിയവർ സംസാരിച്ചു. സ്വന്തം പൂർണ്ണമായിട്ട് ഓതാൻ കഴിയില്ലെങ്കിലും മറ്റുള്ളവർ ഓതുമ്പോൾ കൂടെ ഓതാനെങ്കിലും കേരളത്തിൽ ഏതൊരാൾക്കും കഴിയും. അല്ലേ സാറേ? അതാണ് കേരളത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഒരു 100 ആയത്തെങ്കിലും ഖുർആനിൽ നിന്ന് കാണാതറിയാം. ആ ചൈതന്യമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസത്തിലും കച്ചവടത്തിലും രാഷ്ട്രീയത്തിലും എല്ലാറ്റിലും
മുന്നോട്ട് വരാനുണ്ടായ ഒരു ശക്തി എന്ന് പറയുന്നത് ആത്മീയ ശക്തിയാണ്. സമസ്തയുടെ സെന്റിനറി 2026 വരുന്നത്. അതിൻ്റെ ഭാഗമായി SSFന്റെ ഗോൾഡൻ 50 കഴിഞ്ഞു. SYSന്റെ 70 ആണ്, അഥവാ പ്ലാറ്റിനം ഇയർ. പ്ലാറ്റിനം ഇയർ പ്രോഗ്രാമുകൾ ഒരു വർഷമായിട്ട് നടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചുനങ്ങാട് ശ്രീ ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഒരുക്കങ്ങളായി. യജ്ഞം 24 മുതൽ ഡിസംബർ 1 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24 വൈകുന്നേരം 5 മണിക്ക് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് സ്വാമി സുനിൽ ദാസ് യജ്ഞം ഉദ്ഘാടനം ചെയ്യും. ഭാഗവതരത്നം ഉഷ അച്ചുണ്ണിയാണ് യജ്ഞാചാര്യ. ഞായറാഴ്ച ആചാര്യ ഭരണത്തോടുകൂടെ ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ, ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. 7 ദിവസമായി നടക്കുന്ന ഈ സപ്താഹം ഞങ്ങൾ കമ്മിറ്റിക്കാർ വളരെ വിപുലമായി ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സപ്താഹത്തോടനുബന്ധിച്ച് തന്നെ 7 ദിവസമായി നമ്മുടെ മാതൃസമിതിയുടെയും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെയും ഭക്തരുടെയും അതുപോലെ കുട്ടികളുടെയും വിവിധ പരിപാടികളോടുകൂടി ഞങ്ങൾ ഭക്തിസാന്ദ്രമായി ആഘോഷിക്കുകയാണ്. സപ്താഹ കമ്മിറ്റി പ്രസിഡന്റ് ഗോപിനാഥ് ചെമ്പുള്ളി, സെക്രട്ടറി മുരളീകൃഷ്ണൻ, ട്രഷറർ എ ജയകുമാർ, കോർഡിനേറ്റർ KK സാജൻ, KP ശിവദാസൻ, C രാമചന്ദ്രൻ, PB ബാബുരാജ്, ഗോപിനാഥൻ പഞ്ചവടി, ബേബി പുത്തൂരത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം. വോട്ടെണ്ണൽ രാവിലെ 8-ന് തുടങ്ങും. പാലക്കാട് വോട്ടെണ്ണൽ വിക്ടോറിയ കോളേജിലും ചേലക്കര മണ്ഡലം വോട്ടെണ്ണൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും. SYS മാനവ സഞ്ചാരം പാലക്കാട് ജില്ലയിൽ. സമൂഹത്തിലെ അപകടകരമായ ചലനങ്ങളെ പ്രതിരോധിക്കുന്ന ബോധവൽക്കരണമാണ് മാനവ സഞ്ചാരം ലക്ഷ്യമിടുന്നതെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേരി പാലക്കാട് ടേബിൾ ടോപ്പ് സംവാദം നടത്തി. കാട കനാൽ ശുചീകരിച്ചില്ല. മലമ്പുഴ കനാൽ തുറന്നുവിട്ടിട്ടും മണ്ണൂർ മേഖലയിലെ കൃഷിയിടങ്ങളിൽ വെള്ളമെത്താത്തത് കർഷകരെ വലയ്ക്കുന്നു. കനാൽ ശുചീകരണത്തിന് പഞ്ചായത്ത് മുൻകൈയെടുക്കണമെന്ന ആവശ്യം ശക്തം. 18ാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് നാളെ തിരിതെളിയും. നാടകോത്സവം ഷൊർണൂർ KVR സ്കൂളിലെ ബാൽസൺ നഗറിൽ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങളായി. ഇത്തവണ കലോത്സവം ശ്രീകൃഷ്ണപുരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.